തയ്യാറാക്കാൻ പോകുന്നത് ഈ ചേമ്പിൻ്റെ മോരുകറിയാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ചേമ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ക്ലീൻ ചെയ്തെടുക്കണം. നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ഇത് ഞാൻ ചേമ്പ് ഇപ്പോൾ കഴുകി വൃത്തിയാക്കി എടുത്തതാണത്. ചെറുതാക്കി മുറിച്ചെടുത്തതാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് കറി വയ്ക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇനി ഒരു പാത്രം വയ്ക്കാം. പാത്രം ചൂടായി തന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. തൊട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇളക്കി കൊടുക്കുക ചെറുതായിട്ടൊന്ന്. ഇത് മൂടി വെച്ച് വേണം വേവിക്കണമെങ്കിൽ. നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ കറിക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു അരമുറി തേങ്ങയാണിത് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ 2 പച്ചമുളക്, കറിവേപ്പിൻ്റെ ഇല, പിന്നെ 1/2 ടീസ്പൂൺ ജീരകം. ഇതെല്ലാം കൂടി നന്നായിട്ട് അരയ്ക്കണം. പിന്നെ ഇതിലേക്ക് തൈരാണ് ഇനി ആവശ്യമായിട്ടുള്ളത്. 3 വലിയ സ്പൂണ് തൈരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് വലിയൊരു ജാർ എടുത്തിട്ട് അതിലേക്ക് നമുക്കിതെല്ലാം കൂടിയും അതിലേക്ക് ഇടാം. ഇപ്പോൾ തേങ്ങ എല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 വലിയ സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കണം. വെള്ളം തീരെ ചേർക്കണ്ട. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അത് അരച്ച് കിട്ടാൻ കുറച്ച് പാടാവും. തേങ്ങ നല്ല അരഞ്ഞ് കിട്ടണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ തൈരിലുള്ള വെള്ളം കൊണ്ട് തന്നെ ഇത് അരഞ്ഞോളും. പിന്നെ ഇത് നമുക്ക് അരച്ചെടുക്കാം. ഇപ്പം നല്ല അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പം നല്ലതായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറി എന്തായി നോക്കാം. കറി നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ കറിയൊക്കെ നല്ല വെള്ളമൊക്കെ വറ്റി നല്ല വെന്ത് വന്നിട്ടുണ്ട്. ചേമ്പൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. വല്ലാതെ ഉടയരുത്. ഇങ്ങനെ ഈ ഒരു പരിവാണ് നല്ലത്. ഇനി പിന്നെ നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചത് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അരച്ച് വെച്ചത് ഒഴിച്ച് കൊടുത്തിട്ട് വേണം. ചിലർക്ക് അധികം കറി വെള്ളം വേണ്ടെന്നുള്ളവർ വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം കുറച്ചും കൂടി എനിക്കൊരു വെള്ളം പോലുള്ള കറിയാണ് എനിക്കിഷ്ടം. കട്ടി പോലുള്ള കറിയാണെങ്കിൽ മോരുകറിയാണ് വേണ്ടത് വെച്ചാൽ വെള്ളം അധികം ഒഴിച്ച് കൊടുക്കണ്ട. ഇപ്പം ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് ഉപ്പുണ്ടോ നോക്കണം. പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് ഉപ്പുണ്ടോ നോക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ഉപ്പുണ്ടോ. പിന്നെ നല്ല സ്പീഡിൽ വെക്കരുത് കേട്ടോ. അത് കുറച്ച് സ്പീഡ് കുറച്ചിട്ട് സ്റ്റൗവിൻ്റെ ഒരു മീഡിയം സ്പീഡിൽ വെച്ചാൽ മതി. സ്റ്റൗവ് വല്ലാതെ സ്പീഡാക്കിയിട്ടുണ്ടെങ്കിൽ മോര് തരുത്ത് പോവും. അപ്പം അത്ര സ്പീഡില്ലാതെ ഒരു മീഡിയം സ്പീഡിൽ വെച്ചിട്ട് അടച്ചു വെക്കേണ്ട. ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പം ലേശം കുറവാണ് ഇപ്പം കറിയിൽ. ഇപ്പോൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല ഒന്ന് കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം തിളയ്ക്കുന്നവരെ. ഇപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കാം. കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്താൽ നല്ലൊരു സ്മെല്ല് വരും. കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് മെല്ലെ ഇളക്കിയിട്ട് ഇതേപ്പോൾ തന്നെ സ്ലോയിൽ വെച്ചാൽ മതി. അടുപ്പ് നല്ല സ്പീഡ് കൂട്ടണ്ട. ഒന്ന് സ്ലോയിൽ വെക്കുമ്പോൾ തന്നെ അത് തിളച്ച് വരും. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്കതിലേക്ക് കടുക് പൊട്ടിക്കുകയാണ് വേണ്ടത്. കടുക് പൊട്ടിച്ച് വയ്ക്കാം നമുക്ക്. അപ്പോൾ അതിനൊരു ഫ്രൈങ് പാന് ഇങ്ങായിട്ട് ഞാൻ വെച്ചതാണ്. ഒരു ഫ്രൈങ് പാൻ വെച്ചതാണ്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയും അധികം വറവിടുമ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കാറ്. അത് നമുക്ക് വറവിടുമ്പോൾ ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക വെളിച്ചെണ്ണയാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കടുകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 2 വറ്റൽമുളകും പിന്നെ നമ്മൾ ആദ്യം തന്നെ കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തതുകൊണ്ട് പിന്നെ ഇതിലിടേണ്ട ആവശ്യമില്ല. കുറച്ച് ഉലുവയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം മോരുകറിക്ക് ഉലുവ നമ്മൾ വറവിടുമ്പോൾ ചേർക്കുമ്പോൾ നല്ലൊരു സ്മെല്ലുമാണ്, നല്ലൊരു ടേസ്റ്റുമാണ് അതിന്. കരിഞ്ഞു പോവരുത്. ഉലുവ കരിഞ്ഞു പോവാതെ നോക്കണം. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. കരിഞ്ഞു പോകാൻ നോക്കണം. സ്പീഡ് കുറച്ച് വെക്കണം.
ഇപ്പോൾ അതാ കടുകൊക്കെ നല്ലോണം പൊട്ടി ഉലുവയൊക്കെ നല്ല അമ്പലം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതാ കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തു. ഞാൻ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുമ്പം നോക്കണം കറി തരുത്ത് പോവാതെ ഒന്ന് ഇളക്കിയിട്ട് അപ്പം തന്നെ ഇളക്കി കൊടുക്കണം നമ്മൾ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ കറിയിലേക്ക് ഇളക്കിപ്പോൾ കാണാം നല്ല കളറില്ലേ, നല്ല മഞ്ഞ കളറിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം.